ദനഹ 4-ാം ചൊവ്വ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദൈവത്തിന്റെ കുഞ്ഞാട്. ബലിയർപ്പിക്കാൻ നീക്കിവെക്കപ്പെട്ട പെസഹ കുഞ്ഞാടാണ് യേശു. യേശുവിന്റെ ഈ ദൗത്യത്തെക്കുറിച്ച് യോഹന്നാന് ലഭിച്ച വെളിപാടാണ് നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ജനങ്ങളുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് അഴിച്ചുവിടുന്ന യഥാർത്ഥ കുഞ്ഞാട് യേശുവാണ്. ലേവ്യ 16:10-22. വരാനിരിക്കുന്ന സഹനദാസന്റെ രൂപം യെശയ്യാ പ്രവചിക്കുന്നുണ്ട്. മുദ്രിതമായ ഗ്രന്ഥം തുറക്കുവാൻ ആർക്കും കഴിയുമെന്ന് മുഴങ്ങിക്കേട്ട ചോദ്യത്തിന് സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെടുന്നതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. വെളിപാട് 5:6. ഈ കുഞ്ഞാടാണ് എല്ലാ ദിവസവും നമ്മുടെ പാപപരിഹാരാർത്ഥം ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടുന്നത്. ലോകം മുഴുവനെയും ഗ്രസിച്ചിരിക്കുന്ന പാപം എന്ന അവസ്ഥാവിശേഷത്തെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാനാണ് രക്തം ചിന്തുന്ന ലോകത്തിന്റെ കുഞ്ഞാടായി അവൻ വന്നത്. വൈശികളുടെയും ഭൂമിയിലെ സകല മ്ലേച്ഛതകളുടെയും ഈറ്റില്ലായ്മ മഹാബാബിലോൺ ഈ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്തെങ്കിലും കുഞ്ഞാട് അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ പാപത്തിന് അറുതി വരുത്തുകയും ചെയ്തു.